പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ജീവിക്കാം. ഇന്നെനിക്ക് പറയാനുള്ളൊരു സന്ദേശം, രാജഭരണകാലത്ത് രാജാവ് പ്രജകളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും എന്തെല്ലാം പരിഷ്കാരങ്ങൾ നാട്ടിൽ വരുത്തണം, ജനത്തിന് നന്മയായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ എന്താണ് വരുത്തേണ്ടത് എന്ന് ഉപദേശിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. രാജാവിന് ഉപദേശക സമിതിയും ഉപദേശകരും ഒക്കെയുണ്ട്. എന്നാലും പല രാജാക്കന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാട് മുഴുവൻ വേഷപ്രച്ഛന്നരായിട്ട് അവർ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊരു ധർമ്മക്കാരൻ്റെ വേഷത്തിലോ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിലോ ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിലോ ഒക്കെ രൂപം മാറി നടക്കും. എന്തിനാണ് നടക്കുന്നത്? നാടിൻ്റെ അവസ്ഥ വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടിയാണ്. എന്നെ ഉപദേശിച്ച ഉപദേശമൊക്കെ ശരിയാണോ എന്നറിയാനായിട്ട് വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടിയാണ് നാട് ചുറ്റിക്കറങ്ങി കുറേ ദിവസങ്ങൾ തന്നെ തിരിച്ചറിയാതെ സാധാരണ ജനത്തിനോടൊപ്പം രാജാക്കന്മാർ ജീവിക്കും. എന്നിട്ട് അതിൻ്റെ കുറവുകളും പോരായ്മകളും ഒക്കെ അവർ കണ്ടെത്തിയിട്ട് അവരുടെ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് പിന്നെ അതിനനുസരിച്ച്. ഒത്തിരി നല്ല കാര്യം, ഒത്തിരി വിവേകമുള്ള, ഒത്തിരി ബുദ്ധിയുള്ള രാജാക്കന്മാർ ചെയ്തിരുന്ന പരിപാടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ളൊരു കാര്യം ഇതാണ്. എന്താണ്? നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ വൈദികർ, അതിന് കൃപയുള്ള പുരോഹിതർ, ദൈവജനം ആത്മാവിൻ്റെ രക്ഷ കൃത്യമായി ലക്ഷ്യമാണെങ്കിൽ ഇവർക്കൊരു വേഷപ്രച്ഛന്നരായിട്ടൊന്ന് സമൂഹത്തിൽ ജീവിക്കാൻ മേലേ. പിതാവ് വരുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ഓടിച്ചെന്ന് കൈമുത്താനും പിടിക്കാനും വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പിതാവാണ് വരുന്നതെന്ന് അറിയുന്നതുകൊണ്ടല്ലേ. അറിയാതെ വരാമല്ലോ ഇവർക്ക്. അവർ സ്വന്തം ദേശത്ത് വേണ്ടാന്ന് വിചാരിക്കുക, രൂപം മാറി ഒരു കൈലി കൊടുത്തുകൊണ്ട് ഒരു ബനിയനുമൊക്കെ ഇട്ടുകൊണ്ട് ഒരു തോർത്തും തോളത്തിട്ടുകൊണ്ട് ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെ പരിചയമില്ലാത്ത നാട്ടിലൊന്ന് ജീവിച്ചാലോ? കോളനികളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി, അല്ലെങ്കിൽ ഓരോ ഇടവകൾ, അത് എൻ്റെ ഇടവകയിൽ ഞാൻ പോകണ്ട, അതൊരു പരിചയവും ഈ നാടിനില്ലാത്ത ഒരു വൈദികനെ കൊണ്ടുവരട്ടെ. എൻ്റെ രൂപതയിൽ ഞാൻ പോകണ്ട, പിതാവ് വേറെ ഒരു രൂപതയിൽ പോകട്ടെ, വലിയ പരിചയവും അറിവൊന്നും ഇല്ലാത്ത തിരിച്ചറിയാത്ത തരത്തിലൊന്ന് നടന്നാൽ മനുഷ്യരുടെ ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള നല്ല അറിവ് കിട്ടും. ഈ ജനം എങ്ങോട്ട് പോകുന്നു, ഇവരുടെ വിശ്വാസം എങ്ങനെയാണ്, പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്, ഇവരുടെ സാമ്പത്തിക മേഖല എങ്ങനെയാണ്, ഭൗതികമായിട്ട് ഇവർക്ക് ലോകപരമായിട്ടുള്ള അറിവെന്താണ്, ഇവരുടെ പരാജയങ്ങൾ എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? എനിക്കൊരു സുവിശേഷകനെ അറിയാം. അദ്ദേഹം കുറേ നാൾ തറമ്മക്കാരുടെ കൂടെ ഇറങ്ങി ജീവിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തറമ്മക്കാരിൽ നല്ലൊരു ഭാഗവും കഷ്ടത അനുഭവിക്കുന്നവരാണ്, പക്ഷേ ഇതിനിടയ്ക്ക് കള്ളു കുടിക്കുന്നവരും കഞ്ചാവ് വലിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുവാൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട്, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ട് എനിക്ക് വിശക്കുന്നു, ഇച്ചിരി ആഹാരം വേണമെന്നൊന്ന് പറയാൻ തക്ക തരത്തിൽ, അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ പ്രതികരണമെന്നറിയാമല്ലോ. അല്ലെ, എനിക്ക് അന്തി ഉറങ്ങാൻ സ്ഥലമില്ല, ഒരു രാത്രി ഞാൻ ഈ തിണ്ണയിലൊന്ന് കിടന്നോട്ടെ, അതിന് കുറച്ച് പാടാണ് കേട്ടോ. ആത്മാവ് ഉള്ളിൽ ശക്തമായ പ്രേരണ നൽകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ദൈവജനത്തെ രക്ഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. ഞാൻ ഈ തെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്, വീൽ ചെയറിൽ. ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണുന്നൊരു മനുഷ്യന്. എന്നിട്ട് എല്ലാം അറിഞ്ഞെന്നും പഠിച്ചൊന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം, കാശുള്ളവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ആത്മസ്ഥിതി, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ, പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിലെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചറിവ് കിട്ടിയാലല്ലേ അവർക്കിനി വരും കാലങ്ങളിലുള്ള ഈ കാലഘട്ടത്തിൽ മീഡിയ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് ഉപയോഗിച്ചാൽ എന്തെല്ലാം കുഴപ്പമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു പഠനം നടത്താനും ഒരു ജ്ഞാനം ആർജിക്കാനും ജനം എങ്ങനെയാണെന്നും തിരിച്ചറിയാനും ഒക്കെ വേണ്ടി
ഒന്നിറങ്ങി പുറപ്പെട്ടാൽ എന്ത് ഭാഗ്യമായി. ആർക്കെങ്കിലും ഇതൊരു പ്രേരണയായി തീരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമേ എന്ന് ദൈവത്തിന് വേണ്ടി ഈ തോമാസ് ലീഗ ഉടുമുണ്ട് പോലും ഇല്ലാതെ ഇവിടെ വന്നിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രങ്ങളുമായിട്ട് വന്നിട്ട് ഇവിടെ ഒന്നും സമ്പാദിക്കാതെ ആത്മാക്കളെ നേടിയിട്ട് പോയില്ലേ. ഇതുപോലെ ഇനി വരും കാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ ഇറങ്ങി പുറപ്പെടട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റ് ഇടുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒന്ന് തിരിച്ചറിയാമല്ലോ. നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലായി, അല്ലേ നിങ്ങളതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന് എനിക്കറിയാൻ ഒത്തിരി താല്പര്യമുണ്ട്. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.